പണ്ടൊക്കെ ഒരു പെരീക്ക് വന്നാൽ ബേക്കറി തിന്നാനെങ്കിലും കുട്ടികൾ വന്നിരുന്നു. നമുക്ക് ചായ തരുമ്പം ആ പെരിയിലെ ചെറിയ കുട്ടികളൊക്കെ ചായന്റെ അപ്പുറത്ത് ആ ബേക്കറി പാത്രത്തിന്റെ അവിടെ അങ്ങനെ അപ്പുറം ബട്ടറിട്ട് നിൽക്കുന്നു. അതിലെന്തൊക്കെയാ ഉള്ളത് നമുക്ക് കിട്ടുമെന്നൊക്കെ നോക്കാം. ഇന്നൊരു കുട്ടി ഒരു വൈക്ക് വരൂല. നമ്മൾ ഒരു ഗസ്റ്റ് വന്നാൽ വന്ന് നോക്കുന്നല്ല. ഒരു സോഫയിൽ ഒരാളുണ്ടാവും ചെരിഞ്ഞടക്കണ്, മറ്റാളുണ്ടാവും കൗന്നിടക്കണ്, ഒരാൾക്ക് ഫോൺ ഉണ്ടാവും, ഒരാൾ ഉമ്മാന്റെ ഫോണിൽ, ഒരാൾ ബാപ്പാന്റെ ഫോണിൽ, ഒരാൾ സ്വന്തം ടാബിൽ. വന്നത് ഇവിടെ അമ്മോൻ വന്നാണ്, എളാപ്പ വന്നാണ്, മൂത്താപ്പ വന്നാണ്, ആരെ വന്നു വെച്ചാൽ ആ പോകാനാവുമ്പോ പറയറിയും അപ്പോൾ വരാം. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ, അത് പരസ്പരം എല്ലാവർക്കും വൈഫൈ ഉണ്ട് വീട്ടിൽ. എന്താ വെച്ചാൽ നമ്മളെ കോവിഡ് വന്ന് പോയതിന്റെ ശേഷം സ്കൂൾ പഠിച്ചാൽ വേണ്ടി വാപ്പ വൈഫൈ ഒക്കെ വെച്ചിട്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ വൈഫൈ ഉണ്ട്. വാപ്പി അതന്നെ, വാപ്പി ചെരിഞ്ഞിടന്ന് വൈഫൈ കാണാനാണ് വാപ്പാന്റെ പണി. പെരടി വേദനയാണ്, എന്താണ് ഇങ്ങനെ കാണുന്നത്. ചില ആൾക്കാർ കാണിക്കാൻ വരും, ഇവിടെ എന്താ പെരടി വേദന, എന്താ കാരണം വെച്ചാൽ അതിപ്പോ ഞാൻ ഫോൺ ഇങ്ങനെ കാണുക. ഇപ്പൊ പുതിയൊരു സോഫ വാങ്ങിയാണ്, അപ്പൊ ഇങ്ങനെ കാണല്. അപ്പൊ ഇപ്പൊ ഇവിടെ ഭയങ്കര വേദന. മൂപ്പർക്ക് തന്നെ അറിയാം ഇത് വേദനന്റെ കാരണം എന്താന്ന്. പിന്നെ ഇപ്പൊ നമ്മളൊരു എക്സ്റേ ഒക്കെ എടുത്തുകൊണ്ട് അതന്നെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും വൈഫൈ ആണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, വീട്ടില് എന്താ വെച്ചാൽ എല്ലാവരും ഒരേ വൈഫൈ ഉപയോഗിച്ച് എല്ലാവരും വേറെ വേറെ ഫോണിലുണ്ട്. അങ്ങോട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പോയാലോ, ഒരു ഹോട്ടലിൽ പോയി ചെന്നാലും അപ്പോൾ തന്നെ എല്ലാവരും അവനാന്റെ ഫോണിലുണ്ടാവും. അതിൽ സാധനങ്ങളൊക്കെ വന്നാൽ ഫോട്ടോ എടുക്കലാണ് ഇപ്പൊ മെയിൻ പരിപാടി. ഫാമിലി ഗ്രൂപ്പിലൊക്കെ നോക്കിയുണ്ടാവും ഇങ്ങനെ വളഞ്ഞിക്കണ ഒരു നെയ്യപ്പൊക്കെ, ആരോ ഒരു അമ്മായിയോ മൂത്തമ്മേ എല്ലാവർക്കും തന്നെ പണി. വളഞ്ഞിക്കണ് നീണ്ടിക്കണ നെയ്യപ്പൊക്കെ, കരിഞ്ഞ നെയ്യപ്പൊക്കെ ഫോട്ടോ ഇടുക. കുഴപ്പമില്ല, ഇതിലൊക്കെ ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്താ നിങ്ങൾ ഇതന്നെ ആയിക്കൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീനും ടിവിയും നമ്മൾ മിക്സി. ഇപ്പൊ പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ എന്താണ് അമ്മിമലാണ് ഇതാക്കിന്. ഇപ്പോഴും അടുക്കളന്റെ സൈഡിൽ ഒരു അമ്മി ഉണ്ടാവും. എന്നിട്ട് അവിടെ എന്താ പാളന്റെ ഒരു കഷ്ണം ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വടിച്ചതും കൂടെ. അതൊന്നും ഇപ്പൊ അല്ല. കാരണം നമ്മൾ സൗകര്യങ്ങൾ വളരെ കൂടി. വൈകുന്നേരം ആകുമ്പോൾ വരലില്ല, അയലോക്കത്തെ പെണ്ണിന്റെ അമ്മയും വന്നിട്ട് ഇങ്ങനെ ഇടിച്ചതാണ്. അങ്ങനെ ഇടിച്ചാണ്, ഒരാൾ ഇടിച്ചോ മറ്റാൾ പൊന്തു ഇങ്ങനെ. അതൊന്നും ഇപ്പൊ കാണില്ല. ഇതൊക്കെ നമുക്ക് മിക്സി കിട്ടി, എല്ലാ സൗകര്യം കിട്ടി അല്ലേ. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു ഡോറുള്ള ഫ്രിഡ്ജ് പോരാ, നമുക്ക് 2 ഡോറുള്ള ഫ്രിഡ്ജ്, വലിയ പെരി ചെന്ന 4 ഡോറുള്ള ഫ്രിഡ്ജ്, ഇങ്ങനെയൊക്കെ തുറക്കണ അലമാരമാരി തുറക്കണ ഫ്രിഡ്ജ്, എല്ലാം വലിപ്പം കൂടി എല്ലാം. അപ്പൊ ഒരു വണ്ടി എല്ലാം സൗകര്യം കൂടി. നടന്നു പോകണ്ട, നമുക്ക് 2 വീലർ ഉണ്ട്. അങ്ങാടിക്ക് മാർക്കറ്റ് പോകാൻ നമുക്ക് 2 വീലർ ഉണ്ട്. കാരണം കാർ അങ്ങോട്ട് പോകില്ല, തിരക്കേ കാരണം. അപ്പൊ നമുക്ക് അതിന് വണ്ടി ഉണ്ട്. എന്നല്ല നമുക്ക് എല്ലാവർക്കും പോകണമെങ്കിൽ 6 ആൾക്ക് പോകണ വേറെ വണ്ടി ഉണ്ട്. എല്ലാം കൂടി. സത്യത്തിൽ ഇതൊക്കെ കൂടിയാൽ നമുക്ക് കിട്ടേണ്ട മെച്ചം എന്താണ്? ഒരു പേജ് ഖുർആനും കൂടി നമുക്ക് അധികം ഓതാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ എന്റെ പെരയ്ക്ക് നല്ല സൗകര്യമാണ്. ഇപ്പൊ ഫ്രിഡ്ജ് ഉണ്ട്, ടി വി ഉണ്ട്, പണിക്കാളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നല്ല ഖുർആൻ പഠിക്കുന്നു ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഇല്ല. അപ്പോഴെന്തോ ഇതിങ്ങനെ കണ്ട്, ഈ കോമഡി കണ്ട്, ഈ ഗ്രൂപ്പിൽ ഇതും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചാ മറ്റവളെ ഓള് പോസ്റ്റ് ഇട്ടിട്ട് ഇജ്ജ് കണ്ടുക്കണോ, എന്നിട്ട് മറ്റവളെ വിളിച്ചാണ്, ഓളെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇജ്ജ് കണ്ടുക്കണോ, എന്നിട്ട് ഓടി ആയിക്കൊണ്ടെന്നിട്ട് അങ്ങനെ ആൾക്കാരെ മൊത്തം ഫസാദാക്കി സ്വീപ്പാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിന്ന് ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനൊരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. നമ്മളെ സമയം പിശാച് കാത്തിരിക്കുന്നതാണ്. തൗഹീദുള്ള ആളുകളെ എങ്ങനെ ദീന് വഴി തെറ്റിക്കാം എന്ന പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് തൗഹീദുള്ളവരെയാണ്. കാരണം ഓലെന്തെങ്കിലും ചെയ്താലേ നാളെ കിട്ടുള്ളൂ. ഈ ജാറത്തിന് പോയി കൗന്നിറക്കണോന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നാളെ സ്വീകരിക്കപ്പെടൂല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരലോകത്ത് രക്ഷ ഉണ്ടാവുള്ളൂ. അള്ളാനെ മാത്രം വിശ്വസിക്കുകയും അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും എന്ത് ഗുണമോ ദോഷമോ അത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, എൻ്റെ ജീവിതത്തെ ബാധിച്ച വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസം, അതാണ് തൗഹീദ്. അത് ജാറത്തിന് മൺമറഞ്ഞു പോയ ഒരാൾക്ക് എൻ്റെ ജീവിതത്തിൽ ബാധിച്ച ദുരിതം മാറ്റിത്തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ നൂലിനോ നെയ്യിനോ വെള്ളത്തിനോ അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ തൗഹീദിൽ കളങ്കം വന്നിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകളെയാണ് ഇബിലീസ് എന്ത് ചെയ്യുക, കൂടുതൽ തെറ്റിക്കാൻ നോക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇബിലീസിന്, നിങ്ങൾ നമ്മളെ ഏറ്റവും വലിയ ശത്രു ട്രംപ് അല്ല, അല്ലെ അമേരിക്ക അല്ല, മോദി അല്ല, RSS അല്ല. ആരാണ്? വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചത് ആരാണ്? ഇബിലീസാണ്, ശൈത്വാനാണ്, പിശാചാണ്. അവൻ നിങ്ങൾ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള സകല പണിയെടുക്കുന്നതാണ്. സകല പണിയെടുക്കും. അതെന്താണ്? നിങ്ങളെ പെട്ടെന്ന് ശിർക്ക് ചെയ്യിക്കാൻ ഇബ്ലീസിന് കഴിയൂല. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളോട് എന്ത് ചെയ്യും? ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യിച്ചത്. അത് ആദ്യത്തെ എന്താണ്? സമയത്ത് നമ്മൾ സമയം പാഴാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? കുടുംബത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ പരസ്പരമുള്ള ബന്ധം അല്ലേ. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ തമാശക്ക് പറയലുണ്ട്, എന്താണ്, പെണ്ണുങ്ങൾ കിടക്കാൻ നേരത്തെ പെണ്ണുങ്ങൾ ഫോണിലാണ്. പെണ്ണുങ്ങൾ ബെഡിന്റെ അറ്റത്ത് എന്താണ്, പെണ്ണുങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ട് നീങ്ങി തരുന്നില്ല. അപ്പൊ നീങ്ങെന്ന് പറഞ്ഞിട്ടൊന്നും പെണ്ണുങ്ങൾ കേൾക്കില്ല. അപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, നീ കിടക്കുന്നു. അപ്പൊ നീ കിടന്നു. അതായത്
ഇതാണ് ഇപ്പൊ അവസ്ഥ. നീങ്ങുന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല, പക്ഷേ വാട്സപ്പിൽ നീങ്ങുന്ന പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ എന്ത് ചെയ്തു, അത് നീങ്ങി കിടന്നു. പക്ഷെ ആൾക്കാർ വാട്സപ്പ് നോക്കി കുത്തിരിക്കണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി കുത്തിരിക്കണം. പരസ്പരം എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ പരസ്പരം എന്ത് ചെയ്യുന്നില്ല. അത് വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിലും ഇപ്പൊ നമ്മളെന്താ പറയുക, നമ്മൾ സംഭവം TV ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ചാനലൊക്കെ നമ്മൾ വാങ്ങി പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് കളി കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നമ്മളെ മക്കൾ, നമ്മൾക്ക് നാളെ മരിച്ചു ചെന്നാൽ നമ്മൾ ഈ ലോകത്ത് ബാക്കിയാകുന്നത് നമ്മുടെ മക്കളാണ്. നമ്മുടെ ലിഗസ്, നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ്. നമ്മളിവിടെ ബാക്കി വെച്ച സ്വത്തോ വീഡിയോ ബിൽഡിങ്ങോ പീഡിയമുറിയോ നമ്മളെ ഏക്കർ കണക്കിന് സ്വത്തോ അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലോ ഇതൊന്നല്ല സത്യത്തിൽ നമ്മുടെ പൈതൃകം. നമ്മുടെ പൈതൃകം എന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ ആദർശമാണ്. നോക്കി, മരണം ഹാജരായ സന്ദർഭത്തിൽ യാക്കൂബ് നബി തന്റെ മക്കളോട് കൊടുത്ത വസിയത്ത്, നിങ്ങൾ ആ സമയത്ത് നിങ്ങളവിടെ ഹാജരുണ്ടോന്ന് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാക്കൂബ് നബി മക്കളെ വിളിച്ചിട്ട് മരണാസന്നനായി കിടക്കുമ്പം മക്കളെ വിളിച്ചിട്ട് എന്താ മക്കളോട് പറയണത്, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചത് അല്ലെ. ആ അങ്ങാടിയിലെ 10 സെന്റ് സ്ഥലം ആരാണ് എടുക്കണെന്നല്ല ചോദിച്ചത്, അത് ഇളയ വികലാംഗനായ ഇളയ മകന് കൊടുക്കണം എന്നല്ല യാക്കൂബ് നബി പറഞ്ഞത്. എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ ബാക്കി വെക്കുന്ന പൈതൃകം എന്നത് നമ്മുടെ വിശ്വാസമാണ്, ഈ തൗഹീദാണ്. ഈ തൗഹീദുള്ള മക്കളാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സന്താനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഒരു ബോധത്തോടു കൂടി എന്ത് ചെയ്യണം, സന്താനങ്ങളെ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മളിതൊക്കെ ചെയ്തെടുത്താലും ഓന് മെസ്സിന്റെ ജേഴ്സി, റൊണാൾഡോന്റെ ജേഴ്സിയൊക്കെ, എംബപ്പന്റെ ജേഴ്സിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോഴും നമ്മളെ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, ഒരു താരാരാധനയിൽ അകപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് സഹോദരങ്ങളെ. അത് നമസ്കാരത്തിന്റെ സമയം വരുമ്പോൾ എന്താണ്, അത് നമസ്കരിക്കാൻ പോകുന്ന ആ TV ഓഫ് ചെയ്ത് ആ കളി ഓഫ് ആക്കിയിട്ട് ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്തിന് പോകുന്ന ഒരു പിതാവിനെയാണ്, ആ പിതാവിന്റെ കൂടെ പോകുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ അവിടെ ഉണ്ടാക്കേണ്ടത്. അതാണ് നമ്മുടെ പൈതൃകം എന്നത് അല്ലെ. നമ്മൾ അൽഖഫ് ഓതണം എന്ന് കുട്ടികളോട് ഒരു 100 വട്ടം പറയണതിന് പകരം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ കുട്ടികൾ സ്കൂൾ പോണ സന്ദർഭത്തിൽ അല്ലെ മദ്രസക്ക് പോണതിന്റെ മുമ്പ് അവിടെ അവര് കേൾക്കുന്ന വിധത്തിൽ അവരൊക്കെ ആ പരിയുള്ളവരൊക്കെ കേൾക്കണം. നമ്മൾ കുറച്ച് ഉറക്കനെ അൽഖഫ് ഇരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് അൽഖഫ് നമ്മൾ ഓതുമ്പം ആ ഓതുന്നത് സഹോദരങ്ങളെ 100 വട്ടം നിങ്ങൾ അൽഖഫ് ഓതണം എന്ന് പറയുന്നതിനേക്കാൾ ശക്തിയുണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ഉറക്കനെ ആ അൽഖഫ് ഓതുമ്പം. അതാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ട പൈതൃകം, അതാണ് പാരമ്പര്യം, അതാണ്. അപ്പൊ എന്റെ വാപ്പ എന്നും രാവിലെ വെള്ളിയാഴ്ച അൽഖഫ് ഓതുമായിരുന്നു എന്ന് ഓർക്കാനും തന്റെ മക്കളോട് പറയാനും മക്കൾക്ക് പഠിപ്പിക്കാനും മക്കൾക്ക് ആ ഒരു പൈതൃകം നൽകാനും ഒരു ലെഗസി നമ്മൾ മരിക്കുമ്പോൾ ബാക്കി വെക്കണമെങ്കിൽ എന്താ നിങ്ങൾ നമ്മൾ ആ നേരം ഫോണുമ്പോൾ തോണ്ടിയിരിക്കാതെ ആ ഒരു അരമണിക്കൂർ വെള്ളിയാഴ്ച രാവിലെ അത് എൻ്റെ അഭിപ്രായം പള്ളി നോതിനേക്കാൾ നിങ്ങൾ പെരിയിൽ വന്ന് വീട്ടുകാർ കേൾക്കത്തക്ക തോന്നണം. കാരണം എന്താ നിങ്ങൾ അത് വലിയൊരു മെസ്സേജാണ് നമ്മളെ കുടുംബത്തിന് നമ്മളെ മക്കൾക്ക് നമ്മൾ നൽകുന്നത്. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊടുക്കുകയാണ് അല്ലേ. ആ ഒരു സ്ഥിരമായിട്ട് അൽക്ക് വീട്ടിൽ ഓതുക എന്നുള്ളതൊക്കെ അതൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഒരു ഏസാമരിമിൻ്റെ അടി ഖുർആൻ ഓതുക അല്ലെ. ഖുർആൻ ഓതുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഓതിയിട്ടേ പിന്നെ അന്ന് എന്ത് ചെയ്യുള്ളൂ, അന്ന് തുടങ്ങാൻ പറ്റുള്ളൂ, ഏത് കാര്യം തുടങ്ങാൻ പറ്റുള്ളൂ. പഠിച്ചത് ഓതുക എന്നാ പറയാം. ആദ്യം പഠിച്ചത് ഓതുക എന്ന് പറയണമെങ്കിൽ അതിൽ ഫസ്റ്റ് ഖുർആനാണ് അല്ലെ. ഖുർആൻ ഓതാത്തവർക്ക് പെരയിൽ ചോറിട്ടൂല, ഭക്ഷണം കിട്ടൂല. ഇന്ന് ഖുർആൻ നിന്ന് ആളുകൾ അകന്നു പോവുകയാണ്. എല്ലാവരും ഖുർആന്റെ ആൾക്കാരാണ്, ഖുർആൻ ഹാഫിളീങ്ങളാണ്, ഖുർആൻ ഹിഫ്ള് നടത്തുന്ന സ്ഥാപനമുണ്ട്. പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താ നിങ്ങൾ അത് ഖുർആൻ ഇല്ലാതെ പോവുകയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതാനുള്ളൊരു സാധനമല്ല, ഖുർആൻ ജീവിക്കാനുള്ള സാധനമാണ്. അതാണ് സഹാബത്തും നമ്മളും തമ്മിൽ വ്യത്യാസം. അവർ ഖുർആനെ കൊണ്ട് ജീവിക്കായിരുന്നു, നമ്മളത് ഓതി തൊണ്ടയിലേക്ക് താഴേക്ക് ഇറങ്ങാത്തൊരവസ്ഥ. നന്നായി ഓത്, നല്ല ചൊറുക്കുണ്ടാവും, ഒക്കെ ഉഷാറാണ്. അതിന്റെ മഹ്റജും അതിന്റെ അർത്ഥവും അതിന്റെ പ്രയോഗം നമ്മൾ പറഞ്ഞു. പക്ഷേ അത് ജീവിതത്തിലേക്ക് വരുമ്പം അത് ഹൃദയത്തെ സ്വാധീനിക്കാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഖുർആൻ ഓത്തിന്. അപ്പൊ അത് സഹോദരങ്ങൾ ഇതൊക്കെ എന്താണ് നമ്മളെ മക്കളെ ആ ഒരു പൈതൃകത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലേ.